ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഇതും ഒരു ഇവൻറ്റ് വർക്ക് വീഡിയോ തന്നെയാണ്. അപ്പോൾ വർക്ക് വന്നിട്ട് കൊല്ലത്താണ് കേട്ടോ. കൊല്ലം അഷ്ടമുടി ട്രാവൽസിലാണ്. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഫസ്റ്റ് ടൈം അവിടെ പോകുന്നത്. ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് അവിടെ പോകുന്നതും വർക്ക് ചെയ്യുന്നതും. ആദ്യമായിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാറിലാണ് പോകുന്നത്, നമ്മൾ സ്റ്റാഫുകളെല്ലാവരും. നല്ല രസമുണ്ടാവും എന്ന് തന്നെയാണ് വിശ്വസിക്കണേ. വർക്കും സൂപ്പറാക്കണം, പിന്നെ യാത്രയും എല്ലാം കൂടി സൂപ്പറായിരിക്കും എന്ന് തന്നെ കരുതുന്നു. എല്ലാ വ്യൂവേഴ്സിനും എന്താ പറയുക, എല്ലാവരും കാണുക ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് വേണം. ഓക്കെ, അപ്പം ഇനി അവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ അതിലൂടെ കാണാം. അപ്പം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പം ഇനിയുള്ള വീഡിയോസിനുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഞങ്ങൾ കൊല്ലത്തേക്ക് പോവുകയാണ്. ഫ്ലെക്സും അതിൻ്റെ നമ്മുടെ സാധനങ്ങളൊക്കെ ആയിട്ട് ഓഫീസിൽ നിന്ന് നമ്മളെല്ലാവരും പോവുകയാണ്. അങ്ങനെ മൊത്തം റെഡിയായിട്ട് വണ്ടി വരാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടർന്നു. അങ്ങനെ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ആരാ വണ്ടി ഓടിക്കുന്നത് നോക്കണ്ടേ, കണ്ടോളൂ. അതെ, എൻ്റെ സിസ്റ്ററാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര കൊല്ലത്തേക്ക് പോവാണ്. അഷ്ടമുടി കായലും കണ്ട് ലീല റിസോർട്ടിൽ വർക്കും ചെയ്ത് റോഡൊക്കെ കുറേ പണിയാണ്. പിന്നെ ഈ നട്ടുച്ചയ്ക്കാണ് ഞങ്ങൾ പോയത്. അതിൻ്റേതായിട്ടുള്ള ടയർഡ് ഇല്ലായിരുന്നു. അങ്ങനെ ലീലേ ഫസ്റ്റ് ലുക്കിൽ തന്നെ എനിക്ക് തോന്നിയത് എന്തായാലും ഒരു കിടിലൻ റിസോർട്ടാണ്. പിന്നെ പോകെ പിന്നെ പറയേ വേണ്ട, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഫുള്ളും നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ കാർ പാർക്ക് ചെയ്തു, അവിടുത്തെ റിസപ്ഷനിൽ പോയി. ആ പോകുന്ന ആംബിയൻസ് ആയിട്ട് ഒരു പണ്ടത്തെ ഈ തറവാട് സ്റ്റൈലൊക്കെ ഇല്ലേ, ഒരു പണ്ട് കാലത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ സിനിമ ടി വിയിലൊക്കെ കാണുന്നു, ശരിക്കും അത് തന്നെയായിരുന്നു. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ മുഖം കാണുമ്പോൾ കണ്ടോ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ അവിടെ ഫ്ലോപ്പായത്. കാരണം ഇതൊക്കെ ഞാൻ കരുതിയതേ അല്ലല്ലോ. നമ്മൾ ഓരോ വർക്കിന് വരുമ്പോഴേ ഇതൊക്കെ കാണാൻ പറ്റുന്നത്. നല്ല ആംബിയൻസും ഒക്കെയാണ്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുക, അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഇത് മനസ്സിലാവും. ഞാൻ വെറുതെ തള്ളുന്നതല്ല. ഈ വീഡിയോസിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലാവും. ബാക്കിയുള്ളത് നേരിട്ട് പോയി തന്നെ നിങ്ങളിത് കാണുക. പിന്നെ ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല, എന്നാലും ഞാൻ പറയാം, ഒരു ചേഞ്ചൊക്കെ വേണമെന്നുള്ളവർക്ക് ഈ ഓണം ടൈമിന് പോയി നിൽക്കാൻ പറ്റിയ ഒരു കിടിലൻ റിസോർട്ടാണ്. കാരണം ഒരു 1-2 ഡേയ്സ് നമ്മളവിടെ നിന്നപ്പോൾ തന്നെ അത്ര കിടിലായിരുന്നു. അതാണ് ലീലയുടെ അഷ്ടമുടിയുടെ വിശേഷങ്ങളും പ്രത്യേകതകളും. ഞങ്ങൾ റിസപ്ഷനിൽ പോയി സംസാരിച്ചു പാസ് എടുത്തു. പാസ്സിലാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഇതാണ് നമ്മുടെ ഹൽദി നടത്താനുള്ള ഇവൻറ്റ്, ആ ഒരു വെന്യൂ, ആ ഹാൾ. അതിൻ്റെ ചുറ്റും ഇങ്ങനെയൊക്കെ നല്ല തണലും കാര്യങ്ങളാണ്. ഗ്ലാസ് ഡോർ ആയിരുന്നെങ്കിൽ പോലും നല്ല ഇവിടുത്തെ ലിഫ്റ്റ് തന്നെ എന്ത് അടിപൊളിയായിരുന്നു എന്നാണ്. ഇവിടുത്തെ പ്ലേസൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല രസമുണ്ട്. നല്ലൊരു ട്രഡീഷണൽ ടച്ച് ആയിട്ടുള്ള ഒരു ഇവിടെ ഫസ്റ്റ് ടൈം വർക്ക് ചെയ്തിട്ടും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഇവിടുത്തെ നല്ലൊരു പ്ലേസ്, ആംബിയൻസും ഒക്കെയാണ്. ഞങ്ങളിപ്പം ഇവിടെ എത്തി ഞങ്ങളുടെ സാധനങ്ങളൊക്കെ അൺലോഡ് ചെയ്തു. പിന്നെ നമ്മുടെ ബാക്കിയുള്ള ടീംസ്, നമ്മുടെ ഈ വർക്ക് ചെയ്യേണ്ട ബാക്കിയുള്ള പ്ലാറ്റ്ഫോമും ഫ്ലവർ ടീംസും ഒക്കെ അവരും എത്തിയിട്ടുണ്ട്. അവരുടെ ലോഡിങ്ങും കഴിഞ്ഞു, അവരും വർക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നാളെ മോർണിംഗ് ഹൽദി ഫംഗ്ഷനാണ്. അപ്പോൾ അതിൻ്റെ സെറ്റപ്പ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 10-15% ആയിട്ടുള്ളൂ, ഇനിയും ഉണ്ട് സെറ്റ് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ വന്ന് ഓരോന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇത് കണ്ടില്ല, ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ കരുതുന്നത് എന്താ വീടാണ്, പക്ഷേ ഇത് ഈ റിസോർട്ടിലുള്ള ഓരോ സ്പേസസാണ്. ഭയങ്കര ലക്ഷറിയാണ്, പക്ഷേ ട്രഡീഷണൽ ടച്ചും അവർ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഭയങ്കര രസമാണ്. എനിക്ക് ട്രിവാൻഡ്രം ലീലയിൽ വർക്ക് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ആംബിയൻസും നോക്കുമ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് ഇത് തന്നെയാണ്. ഞാൻ ഫുള്ള് എല്ലാ സ്ഥലത്തും കറങ്ങുകയാണ്. ഓരോന്ന് കാണുമ്പോൾ ഫോട്ടോ എടുക്കാറ് വീഡിയോ എടുക്കാറ് ഞാൻ ഓടുകയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഹൽദിയുടെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇതൊരു പൂജാ സെക്ഷനാണ് കേട്ടോ, അതിൻ്റെയാണ്. പക്ഷേ ഇതിൽ ഒരു ഫ്ലോപ്പായിപ്പോയി എനിക്ക്, നോട്ട് ദ വർക്ക്. അപ്പോൾ അത് നിങ്ങൾ വീഡിയോയിൽ കാണുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എൻ്റെ ജോലി വാഷ്റൂമിലൊക്കെ ഹൽദിയുടെ സെക്ഷനിൽ പോയത് ഈ ഒരു ഫ്ലവർ ഇടാൻ കുറേ കഷ്ടപ്പെട്ടായിരുന്നു എൻ്റെ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഗ്യാപ്പ് അത് നമ്മൾ വളരെ കറക്റ്റായിട്ട് വരണം. കാരണം എങ്കിലും ഗസ്റ്റിന് ഇഷ്ടപ്പെടുകയുള്ളൂ. നമ്മളെങ്ങനെയെങ്കിലും ആപ്പ് ഓപ്പായിട്ട് ചെയ്തിട്ട് പോയാൽ പറ്റില്ലല്ലോ. വർക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഉറക്കം ഒഴിഞ്ഞ് ആ വർക്കേഴ്സ് ആണെങ്കിൽ നിന്നു. ഈ ഇവൻറ്റ്സിലൊക്കെ വരുമ്പോൾ അങ്ങനെ കേട്ടോ. പക്ഷെ അത് നമുക്കൊരു ബുദ്ധിമുട്ടല്ല, അത് നമ്മൾ എൻജോയ് ചെയ്യാണ് ഞാൻ ചെയ്യാറുള്ളത്.
ജസ്റ്റ് നൗ കഴിഞ്ഞു. ഇപ്പോൾ അവിടെ ക്ലീനിങ് നടന്നുകൊടുക്കുക. അതിനിടയ്ക്ക് ഒരു പണി കിട്ടിയതെന്താണെന്ന് വെച്ചാൽ ഹെവി റെയിൻ. നമ്മുടെ ഫുഡ് കൗണ്ടേഴ്സ് കൊണ്ട് പുറത്തായിരുന്നു, ഓൺലി ദ റൗണ്ട് ടേബിൾസ് ആൻഡ് ചെയർസ്. പിന്നെ അതൊക്കെ എടുത്ത് അകത്ത് വെച്ചു. ഇനി അത് മോർണിംഗ് മഴ മാറുമ്പോൾ പുറത്താക്കണം. സോ അങ്ങനെ ഒരു പണി കിട്ടി ഗൈസ്, മഴ ചതിച്ചു. സോ ഇനി നമുക്ക് വേറൊരു ട്രഡീഷണൽ ഒരു ടെമ്പിൾ അട്ടയർ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അത് ഒരു കൈൻഡ് ഓഫ് പൂജ, ബ്ലെസ്സിങ് സെർമണീസൊക്കെ നടക്കുന്ന ഒരു ഹാളാണ്. അപ്പം അവിടെ നമുക്ക് കുറേ ഫ്ലവർ വർക്ക്സ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ കഴിഞ്ഞത് കൊണ്ട് ഇപ്പം ഞാൻ ഇനി അങ്ങോട്ടേക്ക് പോവുകയാണ്. നമ്മുടെ ഷെഡ്യൂളിൻ്റെ സെക്കൻഡ് പ്രോഗ്രാം അവിടെയാണ്. അപ്പം അത് സെറ്റ് ചെയ്യാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. എല്ലാം ഒരേ ബിൽഡിങ്ങിലായതുകൊണ്ട് പിന്നെ അത് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഗൈസ്. ഇതും കൂടി കഴിയുമ്പോൾ തന്നെ മിക്കവാറും 7-8 മണിയൊക്കെ ആവും. അപ്പോഴത്തേക്ക് തന്നെ എല്ലാവരും വന്ന് തുടങ്ങും, ഹൽദിയും സ്റ്റാർട്ടാവും. പക്ഷേ ഞാൻ ഈ കുതിര വേഷത്തിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. സോ അതുകൊണ്ട് ഞാനൊന്ന് റൂമിൽ പോകും. പിന്നെ ബാക്കിയുള്ളവർ പറയുന്ന പോലെ ചെയ്യും. ഇന്ന് ആരുമില്ല, ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഈ വെൻഡേഴ്സും അവരുടെ ടീംസാണ്. അല്ല എൻ്റെ ടീമിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും പോയി. ഗൈസ് ഇപ്പം മണി രാവിലെ 6:30. പക്ഷേ വർക്ക് നമ്മുടെ ഹൽദിയുടെ കഴിഞ്ഞു. ഇനി ഞാനൊരു സെക്കൻഡ് പ്ലേസിലോട്ട് പോകാതെ പറഞ്ഞല്ലോ. അവിടെ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഫ്ലവറിൻ്റെ ആൾക്കാരെല്ലാവരും ടയേർഡായിരുന്നു. അപ്പം അതുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് കുറച്ച് നമുക്ക് ടൈം ഉള്ളത് കൊണ്ട് നമ്മളത് കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒന്ന് റെസ്റ്റ് കൊടുക്കുകയാണ്. സോ അതുകൊണ്ട് ഞാൻ ഈ ടൈമിൽ പോവുകയാണ്. ബാക്കിയുള്ള ആൾക്കാർ ഹാൻഡ് ഓവർ ചെയ്ത് അവർ ഇനി നോക്കിക്കോളും. അപ്പം ഞാനൊന്ന് പോയി ഉറങ്ങട്ടെ. അത് മാത്രമല്ല റൂമും തപ്പി പിടിക്കണം. ഞാൻ എന്നിട്ട് വർക്കിന് അവിടെ നിന്ന് ഇറങ്ങി റൂം കണ്ടുപിടിച്ച് വന്നു. ആ റൂമിൽ കിടന്ന് ഉറങ്ങി. രാവിലെ 7 മണിക്കാണ് എനിക്ക് ഉറങ്ങാൻ പറ്റിയത്. എന്നിട്ട് ഇപ്പോൾ എത്രയാണ്, ഇപ്പം മണി 4:30 ആയിട്ടോ. അപ്പം ഇനി ഞാൻ തിരിച്ച് പോവുകയാണ്. ഇപ്പോൾ തന്നെ ഹൽദിയും ബ്ലെസ്സിങ് സെറമണിയും ഒക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഡിസ്മാൻഡിൽ നോക്കണം. പിന്നെ ഇനി സംഗീതൻ്റെ ഫങ്ഷനും തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് ഇനി ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഇനി അങ്ങോട്ട് പോയിട്ട് എനിക്ക് കിട്ടുന്നത് ഞാൻ ഇട്ടേക്കാം. അങ്ങനെ എല്ലാവരും വർക്കിലായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ ഓട്ടോയിലാട്ടോ പോയത്. അപ്പം ഓട്ടോയിൽ ഒരു ഇലക്ട്രിക് ഓട്ടോയിൽ റൂമിന് തൊട്ട് വെളിയിൽ തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ നടക്കേണ്ടൊന്നും വന്നില്ല. കണ്ടോ കായലിൻ്റെ ഭംഗിയുണ്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളുടെ വണ്ടിയായിരുന്നെങ്കിൽ ഞാൻ അവിടെ ഇറങ്ങി ഒന്ന് നോക്കിയാണ്. ഞാൻ ആ ബ്ലെസ്സിങ് സെർമണി ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ പോയില്ല. എനിക്കൊന്നും കാണാൻ പറ്റില്ല. ആരുടെയും ഫോട്ടോ വീഡിയോ ഇല്ല. ഓടി വന്ന് അത് എടുക്കാൻ, അത് പൊളിക്കാതെ ഇരുന്നാൽ മതിയായിരുന്നു. നോക്കട്ടെ പൊളിച്ചോ ഇല്ലയോ. ലക്കുണ്ടെങ്കിൽ കാണാം, അല്ലെങ്കിൽ ഞാൻ ശശിയാവും ഉറപ്പാണ്. ഞാൻ ശശിയായി ഗൈസ്. എല്ലാം ഇവിടെ ഇത് പൊളിച്ച് പാറ്റിയിട്ടുണ്ട്. വീണ്ടും ലിഫ്റ്റ് കയറി പോവാണ്. അവിടെ എല്ലാം പൊളിച്ച് ഞങ്ങളുടെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും പൊളിച്ച് ഫ്ലവറും കാര്യം. കാരണം ഫ്ലവർ വരുമ്പോഴാണല്ലോ അതിൻ്റെ ബ്യൂട്ടി. അത് കാണാനാണ് ഞാൻ ഓടി വന്നത്. എനിക്ക് ഇന്നലെ കാണാനും പറ്റി. ലൈക്ക് എഡിറ്റ് വന്നത് ഇങ്ങനെ ഒരു ഡ്രോപ്പാണ്. അങ്ങനെ അടുത്ത സെറ്റപ്പ് വന്നു സംഗീത്. ഇതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടിനെസ്. എല്ലാവരും കണ്ടു നോക്കൂ. ഇത് സംഗീതമാണ്. പിന്നെ ബ്ലെസ്സിങ് സെറമണിയുടെ എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനോ അങ്ങനെയൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് സംഗീതിൻ്റെയാണ്. പിന്നെ ഹൽദി എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവ് കസിൻസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ എന്താ പറയുക, ഒരു ഇവൻറ്റ്സിൽ രക്ഷയില്ല കേട്ടോ. ഭയങ്കര ബ്യൂട്ടി ആൻഡ് ഗുഡ് ആംബിയൻസ് ആണ് സത്യം പറയണ്ടല്ലോ. കാരണം കണ്ടോ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ അതുണ്ട് ഇതുണ്ട് എല്ലാം ഉണ്ട്. ആൻഡ് ഇവിടെ കിഡ്സിനുള്ള പ്ലേ ഏരിയാസ് ഉണ്ട്. എല്ലാവർക്കും യൂസ് ചെയ്യാം. ഇത് മാത്രമല്ല കേട്ടോ, അകത്ത് ഒരുപാടുണ്ട്. ആൻഡ് ഇതിനകത്ത് ഇവിടെ ജിം എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. എനിക്ക് അകത്ത് കയറാൻ പറ്റില്ലല്ലോ. ആൻഡ് പുറമേ ഉള്ളത്
വർക്ക് വീഡിയോ, റിസോർട്ട് വീഡിയോ ഉണ്ട്. അങ്ങനെ എനിക്ക് ഈ ഫിഷുകൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടായിരുന്നു. എന്താ ഫുഡെന്നൊന്നും എനിക്കറിയത്തുള്ളൂ. ഞാനൊന്നും കൊടുത്തില്ല. പക്ഷേ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. കിടിലമായിരുന്നു. ഇനി സംഗീതിൻ്റെ മൊത്തം വിശേഷം കണ്ടോളൂ. ഇത് നിങ്ങൾക്ക് അങ്ങനെ വർക്ക് ഇപ്പോൾ അവിടെ കഴിഞ്ഞല്ലോ, അവിടെ നടന്നുകൊണ്ടിരിക്കുക ഫങ്ഷൻ. അപ്പം അതുകൊണ്ട് ഞങ്ങളൊന്ന് റൂമിലോട്ട് വന്നതാണ്, ഒന്ന് ഫ്രഷ് ആവാനൊക്കെ ആയിട്ട്. സോ ഞാൻ റൂമും കാണിക്കാം. റൂമും കണ്ട് കിട്ടില്ല. റൂമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വിചാരിച്ചില്ല കേട്ടോ ഇത്രയും നല്ല റൂമൊക്കെ കിട്ടുമെന്ന്. അപ്പോൾ ഞാനും സിസ്റ്ററും റൂമിൽ ജസ്റ്റ് ഒന്ന് വന്നതാണ്, വെറുതെ വന്നു, ജസ്റ്റ് ഫോർ എ സ്മോൾ റെസ്റ്റ്. ഇന്നലെ രാത്രി ആഫ്റ്റർ സംഗീത് ഡിസ്മാൻഡിലൊക്കെ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും റൂമിൽ പോയി കിടന്നു. ആ ബോയ്സും ഞങ്ങളുടെ ലോഡ് വണ്ടിയൊക്കെ ഇന്ന് രാവിലെ പോയി. അപ്പം ഇനി ഞാനും സിസ്റ്ററും കൂടി പോകണമല്ലോ. അപ്പം ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ലീലയിൽ പാസ് കൊടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ പാസും കൊടുത്തു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇനി ട്രിവാൻഡ്രം ഓഫീസിൽ പോവുകയാണ്. ഇന്നും കൂടി അവിടെ പോയിട്ട് നമുക്ക് യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ റിട്ടേൺ കൊടുക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വർക്ക് ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിരിക്കും. പോകുന്ന വഴിക്ക് ലൈറ്റായിട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിക്കുമ്പോൾ തന്നെ നമ്മൾ എത്തും. ഇന്നിപ്പോൾ മോർണിംഗ് ടൈം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തിരക്കായിരിക്കും. പിന്നെ അതുമാത്രമല്ല 3 ദിവസത്തെ വിശേഷങ്ങളുടെ വീഡിയോ ആണ് വ്ലോഗായിട്ട്, ഒറ്റ വീഡിയോ ആയിട്ട് വരാൻ പോകുന്ന ലോങ് വീഡിയോയിൽ. എനിക്കറിയില്ല എങ്ങനെയായിരിക്കും ഇതിൻ്റെ റെസ്പോൺസ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ഫസ്റ്റ് ലോങ് വീഡിയോ ആയിരിക്കും ഇത്. നോക്കാം, കണ്ടു നോക്കാം റിസൾട്ടൊക്കെ ഇരാതുള്ളത്. ഐ ആം എക്സൈറ്റഡ്. ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.